ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൽ നമ്മൾ ജീവിക്കാനായിട്ട്, ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കാനുള്ള ഒരു വലിയൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പിതാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, നിൻ്റെ പുത്രനിൽ ജീവിക്കാനുള്ള ഒരു വലിയ കൃപ നീ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരണേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് നിന്നോടുകൂടെ സ്ത്രീകളെ നീ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിൻ്റെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാൻ്റെ അപേക്ഷിച്ചോളണമേ. ആമേ. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു. യോഹന്നാൻ 15:1-2. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. ഞാൻ സാക്ഷാൽ, യേശു പറയാണ്, ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടിയൊരുക്കുകയും ചെയ്യുന്നു. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. ഞാൻ ഈ വചനം ഇങ്ങനെ കേൾക്കുമ്പോൾ പലപ്പോഴും ഇങ്ങനെ ആലോചിക്കാറുണ്ട്. എനിക്കും ഈ ഗാർഡനിങ് ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്. ഇഷ്ടംപോലെ ചെടികളൊക്കെ ഇങ്ങനെ വളർത്തുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മളൊരു പൂച്ചെടി വാങ്ങിച്ചെന്ന് വെച്ചു, അല്ലെങ്കിൽ എവിടുന്നെങ്കിലും നമ്മൾ കുറേ ബ്രാഞ്ചസ് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് നമ്മൾ നട്ട് വളർത്തുകയാണ്. അതിനകത്തുനിന്ന് നല്ല പൂ വിരിയണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ മാസങ്ങളോളം വർഷങ്ങളോളം നമ്മളിതിനെ പരിപാലിക്കുന്നു, എന്നും വെള്ളം ഒഴിക്കുന്നു, അതിൻ്റെ ചുറ്റുമുള്ള കളയൊക്കെ പറിച്ച് കളയുന്നു, വളമൊക്കെ ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ ഒരു 3 മാസം 4 മാസം കഴിയുമ്പോൾ ഇത് പൂക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു 10 ചെടിയാണ് വെച്ചതെങ്കിൽ ഇതിനകത്തൊരു 3 എണ്ണം മാത്രമേ പൂത്തിട്ടുള്ളൂ, ബാക്കി 7 എണ്ണം പൂത്തിട്ടില്ല. എന്തായിരിക്കും നമ്മുടെ ഒരു അവസ്ഥ, മാനസികാവസ്ഥ? നമ്മൾ കുറേ കാലം കൂടി നോക്കും, കുറച്ചും കൂടി വളമൊക്കെ ഇട്ട് ഇതിനെ ഒന്ന് പരിപാലിച്ചൊക്കെ നോക്കും. എന്നിട്ട് ഒരു 6 മാസം കഴിഞ്ഞിട്ട് ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നില്ല. ആ 3 എണ്ണം മാത്രം നന്നായിട്ട് കായ്ച്ചുകൊണ്ടിരിക്കുന്നു, പൂത്തുകൊണ്ടിരിക്കുന്നു. ഈ ബാക്കി 7 എണ്ണത്തിന് ഒരു അനക്കമില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? ഈ 7 എണ്ണത്തിനെ കുറച്ച് ദൂരെ കളയും. എന്നിട്ട് ഈ 3 എണ്ണത്തെ മാത്രം നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് പരിപാലിച്ച് കൊണ്ടുവന്നിട്ട് ഇത് തന്നെയാണ് പിതാവ് ചെയ്യുന്നു. കാരണം ആ മുന്തിരിച്ചെടിയിൽ നിന്ന് ഫലം തരാത്ത ശാഖകളെ അവിടുന്ന് ദൈവപിതാവ് വെട്ടി മാറ്റുന്നു. യേശു പറയാണ്, മുന്തിരിച്ചെടിയിൽ നിൽക്കുന്ന ശാഖകളാണ് നമ്മൾ ഓരോരുത്തരും. ഇപ്പോൾ സഭയാവുന്ന ക്രിസ്തുവിനെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ക്രിസ്തുവിൻ്റെ ശരീരത്തിലെ ഓരോ അവയവങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. എല്ലാവരും, ഈ ലോകത്തിലുള്ള എല്ലാവരും ആ ക്രിസ്തുവാകുന്ന ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളാണ്. അപ്പോൾ ഇവിടെ പറയാണ്, ഞാൻ മുന്തിരിച്ചെടിയും നിങ്ങൾ ശാഖകളുമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഒരു മരത്തിൻ്റെ ഒക്കെ തായ്തണ്ടുണ്ട്, അതിൻ്റെ ശാഖകളുണ്ട്, ശരിയല്ലേ? അപ്പോൾ ഈ തായ്തണ്ടാണ് ക്രിസ്തു, ശാഖകളാണ് നമ്മൾ. അപ്പോൾ ഞാൻ പലപ്പോഴും ചെറുപ്പത്തിൽ, ഞാനും ഒരു കർഷകൻ്റെ മകനായിട്ട് ജീവിച്ച് വളർന്നതാണ്. അപ്പം നമ്മുടെയൊക്കെ പറമ്പിൽ ഒത്തിരി ചെടികൾ, മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ ചെയ്യാറുണ്ട്, ഈ ചില ശാഖകളൊക്കെ നമ്മൾ കൈകൊണ്ട് അതിൽ നിന്ന് അടർത്തി മാറ്റാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ ചിലപ്പം ഈ തായ്തണ്ടിൽ നിന്ന് അടർന്ന് വരില്ല, ഭയങ്കര പാടായിരിക്കും ഈ സാധനം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ കത്തി കൊണ്ട് വെട്ടി ഒരുക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ കൈകൊണ്ട് ഇത് അടർന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും, ഇത് തായ്തണ്ടിൻ്റെ കുറേ ഭാഗം കൂടി ചേർത്താണ് ഇത് പറഞ്ഞു വരുന്നത്. എന്നുവെച്ചാൽ എനിക്ക് മനസ്സിലായത് ഇതാണ്, ഈ ഒരു ശാഖ ഈ തായ്തണ്ടിനകത്തോട്ട് നന്നായിട്ട് കയറിയിരിക്കുന്നത് കൊണ്ടാണ് ഇത് ബലം പ്രാപിക്കുന്നത്. ശരിക്കും ഒരു മരത്തിൻ്റെ ശാഖ ബലം പ്രാപിക്കണമെങ്കിൽ അതിൻ്റെ ആ കവണ എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. ആ ഒരു ജോയിൻറ്റ് ചെയ്യുന്ന ഒരു പോയിൻറ്റിന് പറയണത് കവണ എന്നാണ്. അപ്പോൾ ഈ കവണയിൽ ഈ തായ്തണ്ടിനോട് ഒത്തിരി, അല്ലെ തായ്തടിയോട് ഒത്തിരി ഉള്ളിലേക്ക് കയറിയിരിക്കുമ്പോഴാണ് ഈ ശാഖയ്ക്ക് ഭയങ്കര ബലം കിട്ടുന്നത്. ഇതുപോലെ തന്നെ നമുക്കും നല്ലൊരു ആത്മീയ ബലം നമുക്ക് വേണമെങ്കിൽ ക്രിസ്തുവാകുന്ന ആ തായ്തണ്ടിൻ്റെ ഉള്ളിലേക്ക് എത്രമാത്രം കയറാൻ പറ്റുന്നുണ്ടോ അത്രമാത്രം നമ്മൾ ഉള്ളിലേക്ക് കയറണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ശാഖയ്ക്ക് നല്ലൊരു ബലം കിട്ടത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ മാത്രമേ ആ തായ്തണ്ടിൽ നിന്ന് കംപ്ലീറ്റ് അതിന് വേണ്ട കാര്യങ്ങൾ അതിന് വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ, അവിടെ ഫലം കായ്ക്കാനായിട്ട് തുടങ്ങത്തുള്ളൂ. അപ്പം യേശു പറയാണ്, ഞാൻ മുന്തിരിച്ചെടിയാണ്, എൻ്റെ പിതാവ് കൃഷിക്കാരനാണ്, എന്നിൽ ഫലം തരാത്ത ശാഖകളെ അവിടുന്ന് മുറിച്ച് മാറ്റുന്നു. അപ്പോൾ ഒരു ദൈവിക ഫലം കായ്ക്കണമെന്ന ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഇത് ഫലം കായ്ക്കാത്തതിനെ പതുക്കെ ദൈവം വെട്ടി ഒരുക്കി മാറ്റും.
പിന്നെ ഫലമില്ല. കാരണം ഇത് ആ തായ്തണ്ടിൽ നിന്ന് ഈ അറ്റുപോയി, ഈ ശാഖ അറ്റുപോയി അല്ല. ഇപ്പം ഞാൻ ചിന്തിക്കുകയാണ്, ഞാൻ ഒറ്റയ്ക്ക് വളരും, നടക്കത്തില്ല. ഒറ്റയ്ക്ക് വളരും, നടക്കില്ല. എനിക്ക് ദൈവത്തിൻ്റെ സഹായം ആവശ്യമില്ല എന്ന് പലരും പറയാറുണ്ട്. എനിക്ക് ദൈവത്തിൻ്റെ സഹായമൊന്നും ആവശ്യമില്ല, ഞാൻ ഒറ്റയ്ക്ക് കാര്യങ്ങളൊക്കെ ചെയ്തോളാം. കാര്യം ചെയ്യിച്ച് നടക്കത്തില്ല. കാരണം അത് ഈ തായ്തണ്ടിൽ നിന്ന് മുറിഞ്ഞു പോകുന്ന ശാഖ പോലെയാണ്. അതപ്പോൾ അവിടെ കിടന്നിട്ട് ഉണങ്ങാൻ തുടങ്ങും. കാരണം അതിന് വേണ്ടതൊന്നും കിട്ടത്തില്ല. കിട്ടാതെ വരുമ്പോൾ ഇത് ഡ്രൈ ആകും, ഉണങ്ങാൻ തുടങ്ങും. കാരണം ഫലങ്ങളൊന്നും കായ്ക്കത്തില്ല. ഇത് ഉണങ്ങി കമ്പാകും, അത് ആരെങ്കിലും എടുത്ത് കത്തിക്കും. ശരിയല്ലേ? അപ്പോൾ ഇതുപോലെ ഉണങ്ങി തീരുമ്പോൾ പല ശാഖകളും പരാതിപ്പെടുന്നുണ്ട്, ദൈവമേ നിനക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നോ ഞാനിങ്ങനെ ഉണങ്ങിപ്പോകുന്നു, നീ എന്തിനാ എന്നെ ഇങ്ങനെ പോകാൻ അനുവദിച്ചത് എന്നൊക്കെ പലരും പരാതി ചോദിക്കാറുണ്ട്. നിൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ഉത്തരവാദിത്തമാണ് ഈ ശാഖ എന്ന നമ്മുടെ ഉത്തരവാദിത്തമാണ് തായ്തണ്ടിനോട് ചേർന്നിരിക്കുക എന്നുള്ളത്. പിടികിട്ടുന്നുണ്ടോ? തായ്തണ്ടിനോട് ചേർന്നിരിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തത്തിൻ്റെ മേലെ കർത്താവ് ഒന്നും ചെയ്യത്തില്ലേ? വേണോ വേണ്ടയോ, ഇതെൻ്റെ ഡിസിഷനാണ്, അതിൻ്റെ മുകളിൽ കർത്താവ് ഒന്നും ചെയ്യത്തില്ല. വീണ്ടും വചനം പറയുന്നു, അതിൻ്റെ അടുത്ത ഭാഗം പറയുന്നു, എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടി ഒരുക്കുകയും ചെയ്യുന്നു. ഫലം തരുന്ന ശാഖയെ കൂടുതൽ കായ്ക്കാനായിട്ട്, അതായത് ദൈവം ആഗ്രഹിക്കുന്ന, ഇപ്പം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഈ ശുശ്രൂഷ മേഖലകളിൽ ഇങ്ങനെ ദൈവം പറയുന്നുണ്ട്, നീ 30 മേനി 100 മേനി 90 മേനി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ 30 മേനി വിളവ് കായ്ക്കുന്ന ഒരു മരത്തിൽ നിന്ന് ദൈവം ആഗ്രഹിക്കുന്നത് അടുത്ത വർഷം 60 മേനി കായ്ക്കണമെന്ന്. അപ്പോൾ പതുക്കെ പതുക്കെ അത് വീണ്ടും ഒരുക്കപ്പെടും. അതിന് കുറച്ച് വളവൊക്കെ ഇട്ട് തരും, വീണ്ടും ഒരുക്കപ്പെടും. ഇതുപോലെ തന്നെ ഫലം കായ്ക്കുന്നതിനെ കൂടുതൽ കായ്ക്കാൻ വേണ്ടി വെട്ടി ഒരുക്കുന്നു. നമ്മുടെ പേഴ്സണൽ ലൈഫിലും ഈ വെട്ടി ഒരുക്കൽ ദൈവം എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും. വെട്ടി ഒരുക്കൽ എന്ന് പറയണത് നമ്മുടെ റിലേഷൻഷിപ്സ് ദൈവം കട്ട് ചെയ്യും. ഞാൻ ഓർക്കാറുണ്ട്, എന്നോട് ഈ കാര്യം പറഞ്ഞത് ഒരു ഡോക്ടറാണ്. ആൾ ഇൻറ്റലിൻ്റെ ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഒരു ഫ്യൂണറലിൻ്റെ ഫംഗ്ഷനിൽ വെച്ചിട്ട് ഈ ഡോക്ടറിനെ പരിചയപ്പെടുന്നു. നല്ല ആത്മീയനാണ്. അപ്പോൾ ഡോക്ടർ എന്നോട് 2014 ആ സമയത്ത് എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, ജോർജ് ആവുന്ന ഈ വൃക്ഷം വളർന്നു വരുന്നു, ഈ വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം കായ്ക്കാനായിട്ട്, അതായത് ദൈവത്തിൻ്റെ ആ ഒരു അടിസ്ഥാനം ഇട്ടാണ് നമ്മൾ വളർന്നു വരുന്നത്. അപ്പോൾ ഈ വൃക്ഷം, ജോർജ് ആവുന്ന വൃക്ഷത്തിൽ നിന്ന് നല്ല ഫലം കായ്ക്കാൻ വേണ്ടി ദൈവം വെട്ടിയൊരുക്കും, അത് റിലേഷൻഷിപ്സ് കട്ട് ചെയ്യുകയെന്നാണ് പറയും. അന്ന് മുതൽ എനിക്കറിയാം. കാരണം നമ്മളെ ചിലപ്പം നമ്മുടെ ഏറ്റവും ഉറ്റവർ, ഉടയവർ എന്നൊക്കെ ഇരിക്കണ ഒരാൾ നമ്മളെ തള്ളിപ്പറയും, നമുക്കെതിരെ തിരിയും, നമ്മളെ പുറകിൽ നിന്ന് കുത്തും, കാലുവാരും, അവഗണിക്കും, മാറ്റി നിർത്തും, ഒറ്റപ്പെടുത്തും. ആദ്യമൊക്കെ ഇത് ഭയങ്കര വിഷമമാണ്. കാരണം ഇതിനൊന്നും നമുക്ക് ഉത്തരം കിട്ടുന്നില്ല. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് ഒരു സഹായം നമുക്ക് കിട്ടത്തില്ല. കണ്ടഭാവം പോലും ഭാവിക്കത്തില്ല. ചിലപ്പോൾ നമ്മളെക്കുറിച്ച് എല്ലാ സത്യങ്ങളും അറിയാം, എന്നാലും അയാൾ പുറകിൽ നിന്ന് കുത്തും. നമ്മൾ വിശ്വസിച്ചെല്ലാം ഏൽപ്പിച്ചിരിക്കുന്ന കാലുവാരും ഒറ്റും. ഇങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പോൾ സംഭവിക്കുമ്പോൾ നല്ല വിഷമം വരും, മാനസികമായിട്ട് തകരും, നമ്മൾ വല്ലാത്തൊരവസ്ഥയിലേക്കൊക്കെ പോകും. കാരണം മാനസിക സഹനമാണ് ലോകത്തിലെ ഏറ്റവും വലിയ സഹനം എന്ന് പറയും. ശരീരത്തിൽ എന്തെങ്കിലും വേദനയൊക്കെ സഹിച്ചു തീർക്കാം, കുറച്ച് വേദന തിന്നാൽ മതി. പക്ഷേ ഈ ഒറ്റപ്പെടൽ, നമ്മളെ ആരും മനസ്സിലാക്കാത്ത അവസ്ഥ, ഇതൊക്കെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പെയിൻ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ശരിക്കും ആ ഒറ്റപ്പെടുത്തിയ ആളുമായിട്ട് നമ്മുടെ ആ റിലേഷൻ കട്ടാകും. പുറകിൽ നിന്ന് കുത്തിയ ആളുമായിട്ട് റിലേഷൻ കട്ടാകും. എൻ്റെയൊക്കെ ജീവിതത്തിൽ നമ്മൾ ഒരു ഫേമിലായിരിക്കുന്നു. അവിടെ ഇങ്ങനെ നല്ല കംഫോർട്ടാണ്, കാര്യങ്ങളൊക്കെയാണ്, ജോലി മേഖല ആയിക്കോട്ടെ, ശുശ്രൂഷ ആയിക്കൊള്ളട്ടെ, ഒരു ടീമിലായിരിക്കുന്നു. അപ്പം നമ്മൾ പതുക്കെ ഇങ്ങനെ വളർന്നു വരുമ്പോഴത്തേക്ക് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ പോലും അറിയാത്ത ചില പ്രശ്നങ്ങളൊക്കെ അവിടെ ഉടലെടുക്കുന്നു. അത് നമ്മളുമായിട്ട് കണക്റ്റ് ആവുന്നു, ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു. അപ്പം അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ നമുക്ക് ഒരു രീതിയിലും അവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. നമ്മൾ പതുക്കെ ലീവ് ചെയ്യുന്നു. ഇപ്പം ലീവ് ചെയ്യുമ്പോൾ
പല വ്യക്തികളെയും അങ്ങോട്ടും ഇങ്ങോട്ടും മുറിയപ്പെടുന്നുണ്ട്. അത് ഈ മുന്തിരിച്ചെടിയിൽ നിന്ന് ശാഖ കട്ട് ചെയ്യുമ്പോൾ മുന്തിരിച്ചെടിക്ക് വേദന എടുക്കത്തില്ലേ? നമ്മുടെ ശരീരത്തിൽ നമ്മുടെ കൈ വെട്ടി മാറ്റുക, വേദന എടുക്കില്ലേ? ഇതുപോലെ തന്നെയാണ്, അവിടെ വേദന എടുക്കും. ഈ റിലേഷൻഷിപ്സ് ഇതുപോലെ കട്ടാവും. അപ്പോൾ നമ്മളൊരു കമ്പനി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സുപ്രഭാതത്തിൽ ഇച്ചിരി വിഷയങ്ങളൊക്കെ ഉണ്ടായി നമ്മൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുമ്പോൾ അവിടെ ഒരു 10-30 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ 30 പേരുമായിട്ട് നമ്മൾ നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇറങ്ങുന്ന സമയത്ത് ചിലപ്പം അതിനകത്ത് ഒരാൾ പോലും നമ്മുടെ കൂടെ നിൽക്കാനുണ്ടാവില്ല. ഇവരെല്ലാം നമ്മുടെ അടുത്തുനിന്ന് ഫലം അനുഭവിച്ചവരായിരിക്കാം, അല്ലെങ്കിൽ നമ്മളെ ഒത്തിരി ഒരു കാലത്ത് പ്രൊട്ടക്റ്റ് ചെയ്തവരായിരിക്കാം, സഹായിച്ചവരായിരിക്കാം. ഇപ്പം ഞാനൊക്കെ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്, നമ്മളൊരു 5 വർഷം ഒരിടത്ത് കർത്താവ് നിർത്തുന്നു. ആ 5 വർഷം നമ്മളെക്കൊണ്ട് അവർക്കും അവരെക്കൊണ്ട് നമുക്കും പ്രയോജനമുണ്ട്. ആത്മാവിൻ്റെ രക്ഷയാണ്, വേറൊന്നുമല്ല. അവിടെ വരുന്ന കുറച്ച് ആത്മാക്കൾക്ക് നമ്മളെക്കൊണ്ടൊരു ആവശ്യമുണ്ട്. ഒരു ആത്മീയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതാണ്. ആത്മാക്കളുടെ രക്ഷയാണ് അൾട്ടിമേറ്റ്. ജോലിയൊക്കെ അതിൻ്റെ ഒരു ഭാഗമാണെന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ഒരു റോള് കഴിയുമ്പോഴത്തേക്ക് പതുക്കെ അവിടുന്ന് മാറേണ്ടിയിരിക്കുന്നു. കാരണം വേറൊരു തലത്തിൽ വേറൊരു ലെവലിൽ ദൈവം നമ്മളെ മാറ്റുന്നത്. അപ്പോൾ ആ മാറ്റപ്പെടുന്ന കാലഘട്ടമാണ് ഈ വെട്ടിയൊരുക്കെന്ന് പറയുന്നത്. അപ്പോൾ അന്ന് നമുക്കിതൊന്നും മനസ്സിലാവില്ല. അപ്പം എന്നോട് ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു സുപ്രഭാതത്തിൽ ഈ 2014 സാറിങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു, നീ എല്ലാം സ്റ്റോപ്പ് ചെയ്തിട്ട് ജോലിക്ക് കയറിക്കോളാനൊക്കെ പറഞ്ഞു. അപ്പം പെട്ടെന്ന് വറീഡായി. കാരണം ഇങ്ങനെ ഒത്തിരി സ്വപ്നങ്ങളൊക്കെ നെയ്ത് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ച് ഒരു സുപ്രഭാതത്തെ എല്ലാം മടക്കി പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പം അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് എൻ്റെ ഒരു സ്വഭാവമുണ്ട്. ദൈവം പറയുകയാണ് കണ്ണു അടച്ച് ചാടാൻ പറഞ്ഞാൽ ഞാൻ ചാടും, പോകാൻ പറഞ്ഞാൽ പോകും, ഇവിടെ താമസിക്കാൻ പറഞ്ഞാൽ അവിടെ താമസിക്കും, നാളെ എല്ലാം പെറുക്കി കെട്ടി പോകാൻ പറഞ്ഞാൽ ഞാൻ പെറുക്കി കെട്ടി പോകും. കാരണം അത് അന്ന് തൊട്ട് അങ്ങനെയാണ്. എന്നെ കർത്താവ് എന്നാണോ വിളിച്ചത്, ആ വിളിച്ചത് തൊട്ടിട്ട് ഈ സമയം വരെ അങ്ങനെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പലരും പറഞ്ഞിട്ട് നിനക്ക് നീ എന്താ ബോധമില്ലാത്തവനാണോ, ഈ ലോകത്ത് തന്നെയാണോ ജീവിക്കുന്നതെന്നൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് പലരും ആ സമയത്ത്. ഈ പറഞ്ഞവരെല്ലാം വർഷങ്ങൾ കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് പറയാൻ തുടങ്ങി, അന്ന് നീ എടുത്തതാ ആ ഡിസിഷനാണ് കറക്റ്റ്. ദൈവം അങ്ങനെയാണ്. കാരണം ഇത് മനുഷ്യൻ്റെ ബുദ്ധിക്ക് മണ്ടത്തരമാണ്. കർത്താവിന് വേണ്ടി ആരെങ്കിലുമൊക്കെ മണ്ടന്മാരാവണ്ടേ? മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഇങ്ങനെയാണ്. അപ്പോൾ പെട്ടെന്ന് എല്ലാം സ്റ്റോപ്പ് ചെയ്ത് പൊയ്ക്കോളാൻ പറഞ്ഞു. ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു. പക്ഷെ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവരുമായിട്ടൊക്കെ ഭയങ്കര അതൊന്ന് വിട്ടു പോകാൻ ഭയങ്കര തടസ്സമായിരുന്നു. കാരണം ഭയങ്കര നമ്മൾ മെൻ്റലി അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെ 2-3 വർഷം എടുത്തു ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എൻ്റെ മനസ്സിൽ നിന്ന് പോകാനായിട്ട്. അങ്ങനെ ആ 2-3 വർഷവും ആ ഒരു പെയിൻ വല്ലാത്തൊരു പെയിനാണ്. നമ്മൾ പലതും ഇങ്ങനെ കേൾക്കേണ്ടി വരും. പോയി കഴിയുമ്പോൾ നമ്മളെക്കുറിച്ച് ആരും നല്ലത് പറയത്തില്ല. അതങ്ങനെയാണ്. ജീവിച്ചിരിക്കുമ്പോൾ നമ്മളെക്കുറിച്ച് ആരും നല്ലത് പറയത്തില്ല. പക്ഷെ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നല്ലതേ പറയത്തുള്ളൂ. അത് ആൾക്കാരൊക്കെ അങ്ങനെയാണ്. ഈ ലോകത്തുള്ളവരെല്ലാം അങ്ങനെയാണ്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെക്കുറിച്ച് നല്ലത് മാത്രമേ പറയുള്ളൂ. പക്ഷെ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരും നമ്മളെക്കുറിച്ച് നല്ലത് പറയുമെന്ന് പ്രതീക്ഷിക്കേണ്ട. അത് കേൾക്കില്ല കേട്ടോ. ദൈവം മാത്രമേ നമ്മളെ മനസ്സിലാക്കത്തുള്ളൂ. പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, എന്താ ഇങ്ങനെ കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ കാരണം? അപ്പോൾ ഞാൻ അവരോട് പറയുന്നൊരു ഉത്തരവാണ്, എനിക്ക് വേണ്ടി ഒരു ദൈവം മരിച്ചിട്ടുണ്ട്. കാരണം ഈ ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മുടെ കയ്യിൽ നിന്നൊരു ചെറിയ വീഴ്ച വന്നാൽ കുറ്റം പറഞ്ഞ് മാറ്റി നിർത്തി തള്ളി നിർത്തി അപമാനിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുക്ക് ഈ ഒരു കൊടും പാപിക്ക് വേണ്ടി ഒരു ദൈവം മരിച്ചിട്ടുണ്ട്. ആ ദൈവം മാത്രമേ നമ്മളെ മനസ്സിലാക്കത്തുള്ളൂ. അപ്പോൾ അങ്ങനെ പോയി കുറേ കാലം ഇങ്ങനെ വർക്ക് ചെയ്തൊക്കെ കഴിഞ്ഞു. പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമ്മളെ വേറൊരു ലെവലിൽ വളർത്താൻ വേണ്ടി ദൈവം അവിടുന്ന് മാറ്റിച്ചേ പറ്റത്തുള്ളൂ. ഇതുപോലെയാണ് ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഫേമിൽ നിന്ന് നമ്മൾ പോകേണ്ടി വരുമ്പോൾ. കാരണം അവിടെ കാര്യങ്ങളെല്ലാം ചെയ്തു, കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു, എല്ലാം ചെയ്തു, അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ മാറ്റപ്പെടുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു ശുശ്രൂഷ ദൈവം തുറക്കുന്നു. അങ്ങോട്ട് തുറക്കണമെങ്കിൽ ഈ വെട്ടിയൊരുക്ക ആവശ്യമാണ്. റിലേഷൻഷിപ്സിനെ കട്ട് ചെയ്യും ദൈവം. കാരണം വർഷങ്ങൾക്ക് ശേഷം നമ്മൾ പുറകോട്ട് തിരിയുമ്പോൾ പണ്ട് ആ ഒരു റിലേഷൻ ഞാൻ മെയിൻറ്റെയിൻ ചെയ്തിരുന്നെങ്കിൽ, ഇന്നും ഉണ്ടായിരുന്നെങ്കിൽ, എന്നിൽ നിന്ന് ഇന്ന് കായ്ക്കുന്ന ഈ ഫലങ്ങൾ അത് കായ്ക്കാൻ തടസ്സമാണ്. ആ ഒരു റിലേഷൻഷിപ്സ്, ആ ഒരു ബന്ധം തടസ്സമാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. ഞാനങ്ങനെ ആരുമായിട്ടും ഒരു ബന്ധം സ്ഥാപിക്കുന്ന ഒരാളല്ല. ഞാനിങ്ങനെ ഒരു അനാവശ്യമായിട്ട് ഫോൺ വിളിക്കലോ അല്ലെങ്കിൽ എന്താ പറയണേ
നമ്പർ ഷെയർ ചെയ്യലോ ചാറ്റിങ്ങോ ചീറ്റിങ്ങോ അങ്ങനെ ഒരു പരിപാടി ഒന്നുമില്ല. ആരുമായിട്ടും വലിയൊരു അറ്റാച്ച്മെൻറ്റിന് പോവില്ല. എല്ലാവരെയും കാണുമ്പോൾ സംസാരിക്കും, ഒത്തിരി സ്നേഹത്തോടു കൂടി നിൽക്കും, പക്ഷേ നമ്മൾ കൂടുതലൊരു അറ്റാച്ച്മെൻറ്റിനോട് പോവില്ല. അല്ലേ? അപ്പോസ്തലൻ പറയുന്നില്ലേ, സ്നേഹം എന്നതിലുപരി മറ്റുള്ളവരുമായിട്ട് നിങ്ങൾക്ക് യാതൊരു കടപ്പാടും കാണാൻ പാടുള്ളതല്ല. അങ്ങനെ ഒരു കടപ്പാട് വരുമ്പോഴാണ് ഈ റിലേഷൻഷിപ്സൊക്കെ കട്ടാകുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി വിഷമം വരുന്നത്. അതിപ്പോഴും ചില വിഷമങ്ങളൊക്കെ വരാറുണ്ട്. ചില ബന്ധങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറുത്ത് മുറിച്ച് മാറ്റപ്പെടുമ്പോൾ നമുക്ക് ചില വിഷമങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോഴും ഞാൻ ആ വചനം പൂർണ്ണമായിട്ട് ഒന്ന് പാലിച്ച് തുടങ്ങുന്നതേ ഉള്ളൂ. എന്നാൽ സ്നേഹം എന്നതിലുപരി വേറൊരു കടപ്പാടും അവരുമായിട്ട് കാണാൻ പാടില്ല. ആ കടപ്പാടുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ വിഷമം വരുന്നത്. ഇപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞ് നമുക്ക് പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഇന്ന് കായ്ക്കുന്ന ഈ ഫലത്തിന് കാരണം അന്ന് മുറിഞ്ഞു പോയ ആ ശാഖയാണ്. അപ്പം നമ്മളൊരു ചെടിയുടെ ഈ ശാഖ ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നെനിക്കറിയില്ല. അത് കട്ട് ചെയ്തതിൻ്റെ തൊട്ട് താഴെ കുറേ ബ്രാഞ്ചുകൾ ഇങ്ങനെ വരും. മറ്റത് ഒറ്റ ബ്രാഞ്ചായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇത് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് കുറേ ബ്രാഞ്ചുകൾ അങ്ങ് വരും. അപ്പം ഒന്ന് മനസ്സിലാക്കിക്കൊള്ളുക, നമ്മുടെ മുമ്പിൽ ദൈവം ഒരു വാതിൽ അടയ്ക്കുമ്പോൾ നമുക്ക് വേണ്ടി 10 വാതിൽ തുറക്കുന്നുണ്ട്. ഒരു ശാഖ കട്ട് ചെയ്യുമ്പോൾ 10 ശാഖ അതിൻ്റെ പുറകിൽ നിന്ന് കിളുത്ത് കയറും. ഒരു റിലേഷൻ കട്ട് ചെയ്യുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന 10 റിലേഷൻസ് ദൈവം നമുക്ക് തരും. അതാണ് കർത്താവ് വചനത്തിൽ പറയുന്ന, എന്നെ പ്രതി ഈ ലോകത്ത് നിൻ്റെ അപ്പനെയോ അമ്മയോ ജീവിത പങ്കാളിയോ മക്കളെയോ അല്ല സുഹൃത്തുക്കളെയോ ആരെയെങ്കിലും നിനക്ക് ഉപേക്ഷിക്കേണ്ടി വരുവാണെങ്കിൽ, ത്യജിക്കേണ്ടി വരുവാണെങ്കിൽ ഈ ലോകത്ത് തന്നെ അതിൻ്റെ 10 ഇരട്ടി ദൈവം മടക്കി തരുമെന്നാണ് പറയുന്നത്. അത് തരും കേട്ടോ. അതുകൊണ്ട് നമ്മളെയും ദൈവം ഇങ്ങനെ വെട്ടി ഒരുക്കും നല്ല ഫലം കായ്ക്കാൻ വേണ്ടി. ആ വചനം ഒന്നും കൂടി നമുക്ക് ശ്രവിക്കാം. യോഹന്നാൻ 15:1-2. ഞാൻ സാക്ഷാൽ മുന്തിരിച്ചെടിയും എൻ്റെ പിതാവ് കൃഷിക്കാരനുമാണ്. എൻ്റെ ശാഖകളിൽ ഫലം തരാത്തതിനെ അവിടുന്ന് നീക്കിക്കളയുന്നു, എന്നാൽ ഫലം തരുന്നതിനെ കൂടുതൽ കായ്ക്കാനായി അവിടുന്ന് വെട്ടി ഒരുക്കുകയും ചെയ്യുന്നു. നമുക്കും വിട്ടുകൊടുക്കാം കർത്താവിൻ്റെ കയ്യിലേക്ക്, നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. കർത്താവ് വെട്ടി ഒരുക്കട്ടെ. ആവശ്യമില്ലാത്ത ശാഖകളൊക്കെ ദൈവം വെട്ടി മാറ്റപ്പെടട്ടെ. നമ്മളെ നല്ല ഫലം കായ്ക്കുന്ന ഒരു വൃക്ഷമാക്കി കർത്താവ് മാറ്റട്ടെ കേട്ടോ. നമ്മുടെയൊക്കെ വേര് കാണുന്നില്ല അല്ലേ? ഒരു വൃക്ഷത്തിൻ്റെ വേര് ആർക്കും കാണാൻ പറ്റില്ല, അതിൻ്റെ മുകളിലോട്ടുള്ളത് കാണാൻ പറ്റത്തുള്ളൂ. ഇത് എത്രമാത്രം മണ്ണിൻ്റെ അടിയിലോട്ട് താഴുന്നോ അതാണ് ഈ മരത്തിൻ്റെ ബലം എന്ന് പറയുന്ന പോലെ, ജോർജാവുന്ന വൃക്ഷത്തിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആരും കാണാത്ത വേര്, അത് ക്രിസ്തുവായിട്ടുള്ള ബന്ധമാണ്, ദൈവമായിട്ടുള്ള ബന്ധമാണ്. അപ്പോൾ ആ ബന്ധത്തിൽ നമുക്ക് ആഴപ്പെടാം. നല്ലൊരു ഫലം ദൈവം നമ്മളിൽ നിന്ന് കായ്പിക്കട്ടെ. അനേകർ ആ ഫലം രുചിക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നിന്ന്. അങ്ങനെ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ ദൈവമാതാവേ, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഞങ്ങളിൽ നിന്ന് പുറപ്പെടാനായിട്ട് നീ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.